Tincys Academy, an institute for your future. Hi viewers, welcome back to another video of Tincys Academy. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് റീഡിങ്ങിൻ്റെ പാർട്ട് ബി യു ആയിട്ടാണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിന് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് മീനിങ് ഒക്കെ എടുക്കും, പക്ഷേ ഓപ്ഷനിലേക്ക് വരുന്ന സമയത്ത് ദർ വിൽ ബി എ കൺഫ്യൂഷൻ അല്ലേ. എല്ലാം നമുക്ക് ഒന്നില്ലെങ്കിൽ ശരിയായിട്ട് തോന്നും, അല്ലെങ്കിൽ നമുക്ക് എല്ലാം എലിമിനേറ്റ് ചെയ്യാനായിട്ട് തോന്നും. സോ നിങ്ങൾ വളരെ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യനിലേക്ക് കുറച്ച് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു കൺഫ്യൂഷനെ മാറ്റാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് പെർമിബിൾ ടു ലൊക്കേറ്റ് എ ബേബീസ് ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡ്. അപ്പം ഇത് അക്സെപ്റ്റഡ് ആണ്. എന്ത് ലൊക്കേഷൻ, ബേബിയുടെ ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡിൻ്റെ ലൊക്കേഷൻ സംവെർ അതർ ദാൻ ദി ആംഗിളിലല്ലാതെ മറ്റൊരു സ്ഥലത്ത്. വെൻ, ആ സിറ്റുവേഷൻ ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും എന്ത് ചെയ്യും, ഈ വെൻ എന്നുള്ളത് അവരുടെ മൈൻഡിലുണ്ടാകും, ബട്ട് ഓപ്റ്റ് ചെയ്യുമ്പം അത് ലൊക്കേഷനായി മാറും, അതായത് വേർ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്കായിട്ട് മാറും. സോ അപ്പം അങ്ങനെയാണെങ്കിൽ ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് ഈ ഒരു കാര്യം വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്നത്, നമ്മുടെ പാരാഗ്രാഫ് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ദ ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡ് ഷുഡ് ബി ലൊക്കേറ്റഡ് ഓൺ ദ ബേബീസ് ആങ്കിൾ. അപ്പം അവിടെ ഒരു നമുക്ക് ഷുവേർട്ടിയാണ് പറയുന്നത്, ഉറപ്പായിട്ടും ബേബിയുടെ ആംഗിളിൽ തന്നെ വേണം, വിത്ത് കറക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, കൃത്യമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതിൽ ഏജ്, സെക്സ് എന്തൊക്കെയാണോ അത്തരം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിനകത്ത് വേണം. അൺലെസ്, ദാറ്റ് ഈസ് ഇഫ് എക്സെപ്റ്റ്, ഒരു സിറ്റുവേഷൻ ഒഴികെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന വെൻ, ദാറ്റ് ഈസ് സിറ്റുവേഷൻ. സോ നമുക്കത് ആപ്റ്റായി പോകുന്നുണ്ട്. സോ ഒരു സിറ്റുവേഷൻ ഒഴികെ ദ ബേബി ഈസ് എക്സ്ട്രീംലി പ്രിമച്വർ, ഒന്നില്ലെങ്കിൽ ബേബി അവിടെ എക്സ്ട്രീംലി പ്രിമച്വർ ആയിരിക്കണം, അതല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് വാസ്കുലർ ആക്സസ് ആവശ്യമായിട്ടുള്ള ഒരു സമയത്ത്. സോ ഈ രണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. സോ നമ്മൾ റെസ്റ്റ് റീഡ് ചെയ്യുമ്പോൾ, ഈ ഫോർ എനി റീസൺ, ഇനി ഏതെങ്കിലും ഒരു കാരണത്തെ കൊണ്ട് ദ ബാൻഡ്സ് നീഡ് ടു ബി റിമൂവ്, നമുക്ക് ഈ ബാൻഡ് റിമൂവ് ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ബി റീലൊക്കേറ്റഡ്. സോ നമ്മളോട് ഇപ്പോൾ പറയുന്ന ഏതാണ്, നമ്മുടെ ലൊക്കേഷൻ എവിടെ നമുക്കത് റീലൊക്കേറ്റ് ചെയ്യാമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഇസ് സിറ്റുവേഷൻ, ഓൾവേസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് വൺ. ഓക്കെ, അപ്പം റീലൊക്കേറ്റ് ചെയ്യണം വ്രിസ്റ്റിൽ, അതല്ലെങ്കിലോ അത് പോസിബിൾ അല്ല എങ്കിൽ ഫിക്സഡ് വിസിബിളി ടു ദ ഇൻസൈഡ് ഓഫ് ദി ഇൻക്യുബേറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് കാണാത്ത രീതിയിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അവിടെ നമുക്ക് റീലൊക്കേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്മളുടെ ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ ആണ്. ഓക്കെ, ദെൻ നമ്മൾ റെസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. എനി ഇൽ ഫിൽറ്റിംഗ് ഓർ മിസ്സിംഗ് ലേബൽസ്. സോ നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് മിസ്സിംഗ് ആയിട്ടുണ്ട് എങ്കിൽ, സോ സ്യൂട്ടബിൾ അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, മിസ്സിംഗ് ആയ ഒരു സാഹചര്യത്തിൽ ഷുഡ് ബി റീപ്ലേസ് അറ്റ് ഫസ്റ്റ് ചെക്കിൽ തന്നെ നമ്മളത് റീപ്ലേസ് ചെയ്യണം, ഈ ഒരു ഐഡൻറ്റിഫിക്കേഷൻ ബാൻഡ്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് നമുക്ക് വീണ്ടും ഒരു ഷുവേർട്ടിയാണ് കാണിക്കുന്നത്. ഐഡൻറ്റി ബാൻഡ് മസ്റ്റ് ബി അപ്ലൈ ടു ദ ബേബീസ് ആങ്കിൾ. ഉറപ്പായിട്ടും ബേബിയുടെ ആങ്കിളിൽ തന്നെ ആയിരിക്കണം നമ്മളത് പ്ലേസ് ചെയ്യുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ്, അറ്റ് ദ ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി ആസ് കണ്ടീഷൻ അലൗസ് ആൻഡ് ഡെഫിനറ്റ്ലി ഇൻ ദ ഇവൻറ്റ് ഓഫ്. അപ്പം നമുക്ക് ഉറപ്പായിട്ടും ഏത് ഇവൻറ്റിൽ, ഫയർ ഇവാക്യുവേഷന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് ഡെഫിനറ്റ്ലി നമുക്ക് ബേബിയുടെ ആംഗിളിൽ തന്നെ ഇത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യണം അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ ഓപ്ഷനിലേക്ക് കടക്കുകയാണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളോട് എന്താ പറയുന്നത്, ദ ബേബി ഈസ് ബീയിങ് മൂവ്ഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ട്രാൻസ്പോർട്ടഡ് അല്ലേ, ഡ്യൂ ടു ആൻ എമർജൻസി, എന്തെങ്കിലും എമർജൻസി കൊണ്ട് ബേബിയെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഓപ്ഷൻ നമ്മളോട് എന്താ പറയുക, ലാസ്റ്റ് സെൻറ്റൻസ് നമ്മുടെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, മസ്റ്റ് ബി എന്നുള്ളൊരു കാര്യം, അതായത് ഉറപ്പായിട്ടും നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം ബേബിയുടെ ആംഗിളിൽ ഇൻ കേസ് ഓഫ് എനി ഫയർ ഇവാക്യുവേഷൻ ഓർ ട്രാൻസ്പോർട്ടേഷൻ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ആ ഓപ്ഷനെ. ഇനി നെക്സ്റ്റ് ബി ആണ്, ദ ബാൻഡ്സ് മേ ഇൻ്റർഫിയർ വിത്ത് ട്രീറ്റ്മെൻറ്റ്. സോ ട്രീറ്റ്മെൻറ്റിനെ ഏതെങ്കിലും തരത്തിൽ അത് തടസ്സപ്പെടുത്തുവാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ അടുത്ത് ഫസ്റ്റ് ലൈനിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, അൺലെസ് വെച്ച് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇഫ് എക്സെപ്റ്റ് ഏത് സിറ്റുവേഷനൊക്കെ ആയിരുന്നു അത്, എക്സ്ട്രീംലി പ്രിമച്വർ ആണെങ്കിൽ, ദെൻ ദ സെക്കൻഡ് വൺ ഈസ് ഇമ്മീഡിയറ്റ് വാസ്കുലാർ ആക്സസ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ട്രീറ്റ്മെൻറ്റ്. സോ അത് നമുക്ക് ട്രീറ്റ്മെൻറ്റുമായിട്ട് നമുക്ക് ഒത്തുപോകുന്നുണ്ട്. സോ നമുക്കതിനെ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് സി ഓപ്ഷനാണ്, ദ ബേബി ഈസ് ഇൻ ആൻ ഇൻക്യുബേറ്റർ. സോ വേർഡ് ടു പ്ലേസ് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അവിടെ വരുന്നത് അല്ലേ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെൻ, ദാറ്റ് ഈസ് ദ സിറ്റുവേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ കൂടുതലായിട്ട് നമുക്ക് ആപ്റ്റ് ആവുന്നത് ആ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ബി ഓപ്ഷനുമായിട്ടാണ്. ദ ബാൻഡ്സ് മേ ഇൻ്റർഫിയർ വിത്ത് ട്രീറ്റ്മെൻറ്റ്. സോ നൗ യു ഗോട്ട് ദ ഐഡിയ ഹൗ ടു ക്രാക്ക് പാർട്ട് ബി അല്ലേ. അപ്പോൾ ക്വസ്റ്റനിൽ കുറച്ചും കൂടെ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നിങ്ങളുടെ പാർട്ട് ബിയിൽ ഡിസൈഡ് ആയിട്ടുള്ളൊരു സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കീപ്പ് ഓൺ വാച്ചിങ് അവർ ചാനൽ ടിൻസീസ് അക്കാഡമി ഫോർ അൺലിമിറ്റഡ് സ്ട്രാറ്റജീസ്.
Tincy's Academy, an institute for your future.